ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ഇന്ന് മെസ്സേജ് പറയുവാനായിട്ട് ദൈവം അനേക ആലോചനകൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ചയായിട്ട് ചില വചനങ്ങളൊക്കെയും ദൈവം എനിക്ക് തരുവാനിടയായി. എന്നാൽ അത് ഞാനെല്ലാം ഒന്ന് തന്ന വചനങ്ങളൊക്കെയും ഞാനൊന്ന് ഓടിച്ചു വായിച്ചിട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 33 തൊട്ട് 36 വരെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അല്ലല്ല ദിനംപ്രതി തരണമേ. ലൂക്കോസ് 11-ാം അധ്യായം 33 തൊട്ട് 33 തൊട്ടാണ്. ഉം. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ നിലവറയിലോ വയ്ക്കാതെ അകത്ത് അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതാങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരം ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ആമേൻ. 3 കേട്ടത്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 22, 23. മാത്യു ചാപ്റ്റർ 6, 22 and 23. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ആമേൻ. ഈ തന്ന വചനങ്ങൾക്കാട്ടി സ്തോത്രം. വേറെ വചനങ്ങളുണ്ട്, അത് പുറകാലെ വായിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ള സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നതിനായി സ്തോത്രം. 7 സ്തോത്രത്തോട് ദൈവസനയെ താഴ്ത്തി കാണപ്പ. ഹല്ലേലൂയ. വചനവുമായിട്ട് ദൈവസനയെ താഴ്ത്തി കാണപ്പ. ഹല്ലേലൂയ. ഈ വചനം നീ തന്ന വചനം, ഹല്ലേലൂയ. വചനം നിന്റേതാണ്. അതിന്മേൽ ഹല്ലേലൂയ ഹല്ലേലൂയ അത് പറയുവാനും എടുക്കുവാനുമുള്ള കൃപയായിരിക്കും നീ തെരുമാറാകണം. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സ്വർഗ്ഗം ഇടയാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ ഇടയാക്കണം. കടന്നു വന്ന ദൈവമക്കൾക്ക് അതുവരെ വലിയ വിടുതലായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കണേ കർത്താവ്. ഇന്നത്തെ പകൽക്കാലം നിന്റെ കൃപയാൽ നിറയ്ക്കണം. നാവിന്മേൽ ഹല്ലേലൂയ നിന്റെ പ്രവൃത്തി കൂടെ ഇരിക്കണം. നിന്റെ പൊൻചങ്കോൽ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അല്പസമയം നിന്റെ പാദപ്പെടുത്തലായിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കണം. നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങൾക്കെല്ലാം നീ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് ഹല്ലേലൂയ ഇങ്ങനെ ഈ വചനം എൻ്റെ കഴിഞ്ഞ ആഴ്ചക്കാലം തന്ന വചനമാണ്. ഹല്ലേലൂയ. അന്നേരം അതിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിപ്പാൻ ഇടയാക്കി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അത് എഴുതിയേക്കുന്ന ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ അകത്ത് അത് എഴുതിയിരിക്കുന്നത്, വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരം മുഴുവനും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഈ പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പോഴല്ലേ ലൈറ്റൊക്കെ വന്നേ. ഈ വിളക്ക് കത്തിച്ചിട്ട് ആരും അത് താഴെ വെച്ചാൽ അത് നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. അത് ഒരു തണ്ടിന്മേൽ കളത്തി വെക്കണം. ഹല്ലേലൂയ. അന്നേരം നമുക്ക് ചുറ്റുപാടെല്ലാം പ്രകാശിതമായിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളൊക്കെയും ഹല്ലേലൂയ ദൈവസേനയിലാകാതിരുന്ന അവസ്ഥകൾ, ഇരുളിന്റെ അവസ്ഥയിലായിരുന്നു നമ്മളെ ഈ വെളിച്ചം കാണുവാനായിട്ട്, ഈ വചനം വായിപ്പാനും അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനും ഹല്ലേലൂയ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഈ വെളിച്ചം ഹല്ലേലൂയ നമ്മൾ കണ്ട ഈ വെളിച്ചം അനേകം പേരോട് സുവിശേഷം പറയുക എന്നുള്ളത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞ ഈ വെളിച്ചം നമ്മൾ ഒരിക്കലും അത്
ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലേക്ക് മാത്രമല്ല, അത് നമ്മളെ ദൈവം എങ്ങനെ വിടുവിച്ചെടുത്തോ, ഹല്ലേലൂയ, ആ വിടുതൽ മറ്റുള്ളവരോട് പറയുവാനും, അല്ലെങ്കിൽ അവരെ ദൈവസന്നിധിയിലാക്കുവാനും, ദൈവസ്നേഹം അവരിലേക്ക്, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ അവരെ ആകർഷിക്കുവാനും ദൈവത്തോട് നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്നത് മറ്റുള്ളവരോട് പറയുന്നത് മാത്രമല്ല, പറഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കണ്ണുനീരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അവരെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കണേ എന്ന്. അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളോട് ആരേലും പണ്ടൊക്കെ ഈ ദൈവത്തിന്റെ സന്നിധി വരുന്നതിന് മുമ്പേ നമ്മൾ പറയും, നമ്മൾ ക്രിസ്ത്യൻസ് വചനം വായിക്കുന്നുണ്ട്, നമുക്കെല്ലാം അറിയാം. നമ്മളോട് മറ്റുള്ളവർ സുവിശേഷം പറയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമായിരുന്നു. ഹല്ലേലൂയ, ഇവരെന്തോ ഈ പറയുന്നത്, എന്തോ ഈ എടുക്കുന്നത്, ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ലയോ, ഞാൻ നല്ല പൈതലല്ലയോ, അങ്ങനെയൊക്കെയും നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ വെളിച്ചം കിട്ടിക്കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നമ്മൾ അത് എന്തുവാ തണ്ടിന്മേൽ വെക്കാതിരുന്നാൽ അത് ആർക്കും വെളിച്ചം കിട്ടത്തില്ല. ഹല്ലേലൂയ, ആ വെളിച്ചം മറ്റുള്ളവർ കൂടെ ലഭിക്കുവാനായിട്ട്, ഹല്ലേലൂയ, നമ്മളത് തണ്ടിന്മേൽ, ഹല്ലേലൂയ, ആ വിളക്ക് ഉയർത്തി വെക്കുന്നത് പോലെ നമുക്ക് തന്നിരിക്കുന്ന ഈ വെളിച്ചം നമ്മൾ മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവരോട് നമ്മളെ വിടുവിച്ച ദൈവത്തെ ഓർത്ത് ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് അവരോട് പറയണം, ഈ ദൈവം വലിയവനാണ്, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല, ദൈവം ഹല്ലേലൂയ നമ്മളെ വിടുവിപ്പാൻ ശക്തനാണ്, കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവമാണെന്ന് നമ്മൾ അവരോട് പറയുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ, അതുപോലെ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, അത് ആ വിളക്ക് കത്തിച്ച് ഒരിക്കലും പറയിൻ കീഴിൽ വെക്കാറില്ല, അത് ഒളിച്ചു വെക്കാറില്ല. ആ വിളക്ക് ഹല്ലേലൂയ, ആ പറയിൻ കീഴിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വിളക്ക് കെട്ടുപോകും. ഹല്ലേലൂയ, അതിന് ഓക്സിജൻ ഒക്കെ കിട്ടാതിരുന്നു കെട്ടുപോകുന്ന പോലെ നമ്മൾ കണ്ട ഈ വെളിച്ചം നമ്മൾ പൂർത്തി വെച്ചാൽ, ആരോടും പറയാതിരുന്നാൽ, ആ സുവിശേഷം ആർക്കും നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മളിൽ തന്നെ അത് മാഞ്ഞു പോകും. ഹല്ലേലൂയ, നമ്മളൊരു ചെറിയ കാര്യം വരുമ്പോൾ, ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ വിളക്കം പ്രകാശമായിരുന്നാൽ മാത്രമേ നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഹല്ലേലൂയ ആ ഒരു അനുഗ്രഹമായിട്ട് വരത്തുള്ളൂ. ഹല്ലേലൂയ, അത് നമ്മളിൽ തന്നെ പൂഴ്ത്തി വെച്ചാൽ അത് ഒരിക്കലും നമുക്ക് പോലും ഇരുട്ടായി പോകും. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. ഹല്ലേലൂയ, ഈ വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ ആരാധന, അതൊക്കെയാണ് നമുക്ക് വെളിച്ചം തരുന്നത്. ഹല്ലേലൂയ, അതിനകത്ത് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ എപ്രകാരം ആരാധിക്കണമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ എപ്രകാരം ജീവിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഈ വെളിച്ചം നമ്മളിലേക്ക് വരുമ്പോഴാണ്, ആ വചനം വായിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഹല്ലേലൂയ, ആ സന്തോഷത്താൽ നമ്മളെ നിറയുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ആരാധിപ്പാനുള്ള കൃപ വരുന്നത്. ഹല്ലേലൂയ, നമ്മളൊന്ന് ആരാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിന് ഹല്ലേലൂയ പൂർണ്ണ ബലം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുമ്പോൾ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ ഏലിയാവിന്റെ ഇരട്ടിപ്പങ്ക് ഏലിശയ്ക്ക് കൊടുത്ത പോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഇരട്ടിപ്പങ്ക് കിട്ടുമ്പോൾ നമുക്ക് സുവിശേഷം പറയുവാനും, ഹല്ലേലൂയ, കൃപാവരങ്ങൾ ലഭിപ്പാനും, നമ്മുടെ ശരീരത്തിന് ബലം പ്രാപിപ്പാനും, ഹല്ലേലൂയ, ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മധ്യായവെന്ന് പറയുവാൻ തക്കണം. ഈ ഒരു വചനം പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും മധ്യായി തീരും. നമ്മുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകും, പ്രയാസങ്ങൾ നീങ്ങും, കടഭാരങ്ങൾ നീങ്ങും, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വരും. നമ്മുടെ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുമ്പോൾ എത്ര ഭാരമുണ്ടെങ്കിലും ആ ശക്തിയാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം നമ്മളിൽ പ്രകാശിതമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായി തീരും. ഹല്ലേലൂയ, ആ വിളക്കിന്റെ തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. ഹല്ലേലൂയ, ആ വിളക്കിന്റെ തിളക്കം പോലെ, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന് ശരീരം മുഴുവനും തിളക്കമായി തീരും. ഹല്ലേലൂയ, ആ മുഖം പ്രകാശിക്കും. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളൊരു ദൈവ പൈതലെന്ന് പറയത്തക്കോണം നമ്മുടെ ശരീരത്തിൽ. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ടോ, ആഭരണം ഇടാത്തതുകൊണ്ട് നമുക്ക് സൗന്ദര്യമില്ല, ഞാൻ അതുകൊണ്ട് പെന്തിക്കോസിലൊന്നും പോകുന്നില്ല. എൻ്റെ മമ്മി കുറേ നാൾ വിശ്വാസത്തിൽ പോയി കഴിഞ്ഞ് എനിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായപ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അന്നൊക്കെ ഈ ആഭരണം ഇടാത്തവരെ, ഇന്നാൾ ഞാൻ പറഞ്ഞതുപോലെ ആഭരണം ഇടാത്തവരെ കാണുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറയുമ്പോൾ, ഹല്ലേലൂയ, ആ ആഭരണത്തിന്റെ സൗന്ദര്യം ഒന്നുമല്ല, നമ്മുടെ ഉള്ളിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മുഖത്ത്,
അത് പ്രകാശിതമായി തീരുവാനിടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിളക്കിനെ കുറിച്ച് അനേക കാര്യങ്ങൾ ദൈവം എന്നെ ഹല്ലേലൂയ എനിക്ക് തരുവാൻ ദൈവം ഇടയാക്കി. ഞാൻ അതൊക്കെ കുറെയൊക്കെ എഴുതി വെച്ചു. എന്നാൽ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസക്കാലം ഞാൻ ശോശാമയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ നമ്മുടെ എബേസിന്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവളോട് പറയണം ഹല്ലേലൂയ അതിരുകളെ വിസ്താരമാക്കാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അതന്നേരം പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളോട് ഒന്ന് വായിക്കോ. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ, ആമേൻ. ഈ വചനം എനിക്ക് ശോശാമ്മയോട് പറയാനായിട്ട് ദൈവാത്മാവ് എന്നെ ഉത്തേജിപ്പിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അത് പിന്നെയും മെസ്സേജിനായിട്ട് അത് എടുക്കുവാൻ ഇടയാകി. ഹല്ലേലൂയ. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ് മാന്യനായി തീർന്നത്? ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ പിതാവ്, അവന്റെ ഫാമിലിയെ കുറിച്ച് അവന്റെ അമ്മയുടെ കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവൻ മാന്യനായി തീരാൻ ഇടയായത് അവന്റെ മാതാവിന്റെ കണ്ണുനീരാണ്. ഹല്ലേലൂയ. അവന്റെ പിതാവ് ഹല്ലേലൂയ ഒരു മരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അറിയാമല്ലോ, ഒരു വിധവ ഹല്ലേലൂയ ലോകത്തിൽ തലമുറകളെ കൊണ്ട് ജീവിക്കുമ്പോൾ എന്തെല്ലാം ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകളിൽ കൂടി ഒക്കെ ആയിരിക്കണം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ആ മാതാവിന്റെ കണ്ണുനീരിനെ ആ പൈതൽ കണ്ടിട്ട് ഹല്ലേലൂയ അവനൊരു മാന്യനായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാരെക്കാൾ അവനൊരു മാന്യനായി തീർന്നു. മേ ബി ആ സഹോദരന്മാരൊക്കെ പ്രായമുള്ളവരായിരുന്നായിരിക്കാം. ഒന്നും അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. എന്നാൽ ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൽ ചിന്തിപ്പിച്ച കാര്യം ഹല്ലേലൂയ ഒരു മാതാവിന്റെ കണ്ണുനീരിനെ എപ്പോഴും കൊച്ചു പൈതങ്ങളാണ് കണ്ടുവരുന്നത്. ഹല്ലേലൂയ. അവർ പ്രായമാവും തോറും എൻ്റെ അമ്മ കരയുന്നു, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു, എൻ്റെ അമ്മ വചനം വായിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെയും അവൻ്റെ ജീവിതത്തിൽ അത് പകരുവാൻ ഹല്ലേലൂയ ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മാന്യനായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ യബ്ബേസ് എന്ന് പേരിട്ടു. ആമേൻ. ആ ബുദ്ധിമുട്ടുകൾ, ആ ദേശത്തിന്റെ പ്രശ്നങ്ങൾ അവൻ്റെ അമ്മയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ടാണ് അവൻ്റെ ആ വിഷമം എല്ലാം കൂടെ കയറി. നമുക്ക് മാതാക്കൾക്ക് അറിയാമല്ലോ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് ഹല്ലേലൂയ പ്രശ്നങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഹല്ലേലൂയ ജീവിതത്തിലുള്ള ഭാരങ്ങളൊക്കെ ആരോടും പറയാനില്ലാതെ, ആരോടും ഹല്ലേലൂയ പങ്കുവെക്കുവാനില്ലാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ആ അമ്മ വ്യസനത്തോടെ അവനെ പ്രസവിച്ച് അവനെ യബ്ബേസ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അവൻ മാന്യനായി തീർന്നുകൊണ്ട് അവനൊരു ദൈവ പൈതലായി തീർന്നെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഹല്ലേലൂയ. അവൻ ആ ഇസ്രായേലിന്റെ ദൈവത്തോടാണ് അവൻ പ്രാർത്ഥിച്ചത്. വേറെ ആരോടും പ്രാർത്ഥിച്ചില്ല. അവന് വേണേ അവന്റെ പിതാവില്ലാതെ അവന് തോന്നിയതുപോലെ പോകാമായിരുന്നു. എന്നാൽ അവന്റെ അമ്മയുടെ കണ്ണുനീരിനെ ഹല്ലേലൂയ കണ്ട് അവന്റെ ഇസ്രായേലിന്റെ ദൈവത്തോട് കുഞ്ഞിലെ തൊട്ട് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കി കാണും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വചനത്തിൽ പോലും ആ പ്രാർത്ഥന വരുവാൻ ഇടയായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അത് വചനത്തിൽ വരുവാൻ ഇടയായി. അത് നമ്മുടെ ജീവിതത്തിലും അത് പകരുവാൻ ഹല്ലേലൂയ ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഗ്രഹമായി വരുവാൻ നമുക്ക് ആ ഓരോ സെന്റൻസും എടുത്ത് പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഹല്ലേലൂയ ആ അമ്മയുടെ കണ്ണുനീരിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം നോക്കിക്കേ. നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ തലമുറകൾ അത് കണ്ട് ഹല്ലേലൂയ അവരും ദൈവമുള്ളവരായി തീർന്ന് എൻ്റെ ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കണം, ഞങ്ങൾക്കൊരു വീട് വേണം, ഭാരം വേണം, പ്രയാസം മാറണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് വേണം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിനാൽ ജീവിക്കുന്നവർക്ക് അനേക കാര്യങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ പൈതൽ പ്രാർത്ഥിച്ച് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ആമേൻ. ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പണം മാത്രമല്ല ഈ ലോകത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്ന ഒരു അനുഗ്രഹം. ആമേൻ. മറ്റുള്ളവരോട് നമ്മളൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഹല്ലേലൂയ
നമ്മളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാൻ പണ്ടൊക്കെ ഹല്ലേലൂയ ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവം നല്ല ദർശനങ്ങൾ തന്ന് അവരുടെ കാര്യങ്ങൾ ഹല്ലേലൂയ എനിക്ക് ദൈവാത്മാവ് എന്നൊക്കെ വെളിപ്പെടുത്തിയിരുന്ന് ഞാൻ അവരോടത് ചോദിക്കാറുമുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് അനേക ദർശനങ്ങൾ ആ ദൈവമക്കളെ കുറിച്ച് തന്ന് അവരോട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ പോലെ അതൊരു അനുഗ്രഹം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലെ നന്മകൾ മാത്രമല്ല, നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് അറിയുവാൻ അതൊരു അനുഗ്രഹമാണ്. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. എന്നെ കാണുന്നവർ നിന്നെ കാണണം. ഹല്ലേലൂയ. അതൊരു ജീവിതത്തിൽ ഒരു വിടുതലായി തീരുവാന്, ഭവനത്തിന് ഹല്ലേലൂയ, ചുറ്റുപാടിന് ഹല്ലേലൂയ, തലമുറകൾക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഇടയാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ രണ്ടാമത്തെ പ്രാർത്ഥന, എന്റെ അതിർ വിസ്താരമാക്കണം. ആമേ. നമുക്ക് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ആലയത്തെ കുറിച്ച് ആത്മാക്കൾ കുറവാണോ? ദൈവമേ, ഈ അതിരിനെ നീ ഒന്ന് വിസ്താരമാക്കണം. നമ്മുടെ ഭവനം കുഞ്ഞതാണോ? ദൈവമേ, നീ ഇത് അതിരിനെ ഒന്ന് വിസ്താരമാക്കിയല്ലേ മതിയാവും. ഞാൻ നിന്റെ ദൈവ പൈതല. ആമേൻ. ഈ അതിര് ഇന്നത്തെ പകൽക്കാലം എന്റെ ഈ വിഷമതകൾ നീ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു അതിര് വിസ്താരമാക്കണം. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരതിര് വിസ്താരമാക്കണം കർത്താവെ. ഈ കൃപ പോരാപ്പാ, ഈ കൃപ പോരാ കർത്താവെ. എനിക്ക് എന്റെ അതിരിനെ ഒന്ന് നീ ഒന്ന് വിസ്താരമാക്കി തന്ന അത്യന്ത കൃപയാൽ അത്യന്ത ശക്തിയാൽ നീ എന്നെ നിറയ്ക്കണേന്ന് നമുക്ക് കണ്ണുനീരിനോട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ശോശാമ ആ അതിരിന്റെ സ്ഥാനത്ത് ഹല്ലേലൂയ ആ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ അതിര് എനിക്ക് വിസ്താരമാക്കണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണെന്ന് ഹല്ലേലൂയ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തെ കഴിയാത്ത ഈ ലോകത്തിൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എന്തിനാ അത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരണമെങ്കിൽ നമ്മൾ വിസ്താരമുള്ളതാക്കി തീർക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ. ഇതൊന്നും പോരാഞ്ഞ ദൈവമേ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ നമ്മളോട് കൂടെ ഇരുന്നെങ്കിൽ നമുക്ക് ഈ ജീവിതം ഉണ്ടോ? ഹല്ലേലൂയ. എനിക്ക് ഓർക്കാൻ പോലും കഴിയത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ വീഴുന്ന സ്ഥാനത്തൊക്കെയും ഹല്ലേലൂയ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എന്റെ ദൈവം എന്റെ കൈക്ക് പിടിച്ചേക്കുന്നുണ്ട് ഞാൻ ഇന്ന് നടക്കുന്നത്. ആമേൻ. പലപ്പോഴും മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ കൈ പിടിച്ച് ഹല്ലേലൂയ ഉയർത്തിയ ദൈവം. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തെ മറന്ന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ ഹല്ലേലൂയ ഇടയാകല്ലേ എന്ന് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കണം. ദൈവം നമ്മളോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പലപ്പോഴും വിഷമതകളൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ യൂട്യൂബ് എടുത്തു വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ അടുക്കൽ ആരോ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതെന്നെ ആശ്വസിപ്പിക്കുന്ന കരം എന്നോട് കൂടെ ഇരുന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കാനുണ്ട്. ദൈവമേ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. നിന്റെ കരം ഹല്ലേലൂയ അതൊരു ആശ്വാസമായി തീരണം. നീ എന്നെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. നീ എന്നെ തലോടണം. ഹല്ലേലൂയ. നീ എന്നെ കരം പിടിച്ച് വഴി നടത്തണം. ഹല്ലേലൂയ എന്നൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ട് ദിവസവും നമുക്ക് അതോട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതുപോലെ അടുത്തതായിട്ട് പ്രാർത്ഥിച്ചത്, അനർത്ഥം വ്യസനകരമായി തീരാതെ എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരനർത്ഥവും വരാതെ നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് നീ എന്നെ കാക്കുമാറാക്കണേ. ഹല്ലേലൂയ ഭവനത്തിന് 7 തലമുറകളെ, 7 പിഞ്ചു തലമുറകളെ, 7 സഹോദരങ്ങളെ, 7 തുണകളെ ഹല്ലേലൂയ കാക്കണേ എന്ന് ദൈവത്തോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. അതുപോലെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഹല്ലേലൂയ നമ്മൾ ഈ പ്രയർ ലൈനിലായിരിക്കുമ്പോൾ നമ്മുടെ ഈ ഭവനത്തിലുള്ളവർക്ക് ഹല്ലേലൂയ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, അവർക്കൊരു വ്യസനം ഉണ്ടാകല്ലേ, അവർക്കൊരു ഭാരമായി തീരല്ലേ, ആ രോഗം മാറ്റണേ. ഹല്ലേലൂയ. നമ്മളെ ലിസി സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ ഹല്ലേലൂയ ഒരു ഭാരവും സിസ്റ്ററിന് തോന്നുന്നില്ല, എന്നാൽ നമ്മുടെ ജീവിതത്തിന് അതൊരു ഭാരം. ഹല്ലേലൂയ. ദൈവമേ, നമുക്ക് ഭാരമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മളന്നേരം പ്രാർത്ഥിക്കും, ദൈവമേ സിസ്റ്ററിന് ഒരു ഭാരവും ഉണ്ടാകല്ലേ കർത്താവേ, ഒരു വ്യസനകാരവും അവർക്ക് ആർക്കും ഉണ്ടാകല്ലേ കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ഈ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ശൈല സിസ്റ്ററിന്റെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ തന്റെ ദാസിയെ കാക്കണേ. പുള്ളിക്കാരത്തേക്ക് വയ്യായിരുന്നു, ഹസ്ബൻഡ് ഹല്ലേലൂയ വയ്യാതെ വരുമ്പോൾ ഹല്ലേലൂയ അനേക വേദനകൾ. ഞങ്ങൾക്ക് ഈ പ്രയർ റിക്വസ്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവദാസന് ഹല്ലേലൂയ എപ്പോഴും അതെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്, വിളിച്ച് അതെല്ലാം തിരക്കാറുണ്ട്. അതെന്തിനാ? അത് അന്നേരം പ്രാർത്ഥിക്കും, ദൈവമേ ഈ ഭാരം ഒരു വ്യസനകരമായി തീരല്ലേ, ഒരു അനർത്ഥമായി തീരല്ലേ എന്ന് ഞങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ദൈവം ആ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യബേസിന്റെ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ പറയാറുണ്ട്, എന്നാൽ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ അതെല്ലാം ചുരുക്കി അങ്ങ് പറയുകയാണ്.
ദൈവത്തിന്റെ കരം അല്ലെങ്കിൽ ആ പൈതലിനോട് കൂടെ ഇരുന്ന് അവനൊരു എബേസ് ഒരു മാന്യനാണെന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം അനേകം പേർക്ക് വെളിച്ചം വീശുന്നതായി തീരുവാൻ, അനേകം പേർക്ക് വഴികാട്ടികളായി തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കണം. നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലരും ബുദ്ധിമുട്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഒന്നുകൊണ്ടുമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ തന്നെ വന്ന അനുഭവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞാൻ ജെയിൻസാൻ്റെ അടുത്ത് പോലും ഞാൻ ഷെയർ ചെയ്തില്ല. ഹല്ലേലൂയ. ഒരു ദൈവദാസം വന്ന് ഞങ്ങളൊരു തുക കൊടുത്തു. പിറ്റേ ആഴ്ച അതിൻ്റെ ഹല്ലേലൂയ ദൈവം പലിശ സഹിതം തരുവാനിടയായി. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ അത്രയും കൊടുത്ത ഒരു ആലയം പണിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തതിൻ്റെ അല്ല, ഞാൻ ഇപ്പം ദൈവമക്കളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി വരുവാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമേ നീ അതൊരു അനുഗ്രഹമാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്ന ഓരോ പെനിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പൈസ കൊടുത്തുള്ളതിലും ദൈവം അത് 2 പൈസ നമുക്ക് മടക്കി തരും. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ബുദ്ധിമുട്ടില്ലാതെ കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തരാൻ്റെ വാഗ്ദത്ത വചനം ഞാൻ ആ വചനം വെച്ച് ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആർക്കും അറിയത്തില്ല, ഞാൻ ആരോടും പറയാറില്ലായിരുന്നു. ഹല്ലേലൂയ. ആ ഒരു വചനം എൻ്റെ ഭിത്തിയെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് നോക്കുമ്പോൾ ആ ഭിത്തിയിലോട്ട് നോക്കി ഞാനത് എപ്പോഴും ഈ വചനം നിൻ്റേതല്ലേ കർത്താവേ, ഇത് തീർത്തു തരണം. ഹല്ലേലൂയ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ ദിവസങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ശാരീരികമായിട്ട് ഭാരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ കിടക്കെ പൊന്നമ്മ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാനൊരു ദർശനം കണ്ടു, സിസ്റ്റർ ബെഡിലായി പോകുന്നത് പോലെയുള്ള ഒരു ദർശനം കണ്ടു. ഹല്ലേലൂയ. ആ സമയത്താണ് ഞാനൊരു വീഴ്ച വീണ. ആ വീഴ്ചയിൽ എൻ്റെ ദൈവം എന്നെ താങ്ങിയത്. ഹല്ലേലൂയ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നടക്കാനൊക്കെ, എന്നാൽ എൻ്റെ ദൈവം താങ്ങിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ എബേസ് അനേക വിഷയങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കാര്യങ്ങളല്ലാതെ, എൻ്റെ ടെസ്റ്റിമണി അല്ലാതെ വേറെ ആരുടെയും എനിക്ക് പറയുവാനില്ല. ഓരോ വചനം എടുത്ത് നോക്കിയാൽ, ഓരോ ദൈവമക്കളെ വഴി നടത്തിയത് ഓർത്താൽ അത് തന്നെ എൻ്റെ ജീവിതത്തിന്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ എബേസിൻ്റെ പ്രാർത്ഥന പോലെ ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക് തുണ. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും മാറിപ്പോകും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന് എല്ലാവരും മാറ്റപ്പെടും. എന്നാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് തുണയുണ്ട്. ഹല്ലേലൂയ. ആകയാൽ ഇന്നത്തെ പകൽക്കാലം എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, ദൈവമേ ഹല്ലേലൂയ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നന്മ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ നിറഞ്ഞ ഹല്ലേലൂയ കൃപയും കൃപാവരവും ദർശനവും വെളിപ്പാടും തന്ന അനേകം പേരോട് സുവിശേഷം പറയുവാനും, അനേകം പേരുടെ ദർശനങ്ങൾ കാണുവാനും, അനേകം പേരെ നേടിയെടുക്കുവാനും ഹല്ലേലൂയ സ്വർഗ്ഗമേ ഇടയാക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ അതിരൊന്നും വിസ്താരമാക്കുമാറാകണം. എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ച ഏതിനാണ് ഹല്ലേലൂയ പിശാച് അതിരിട്ടിരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് നമുക്ക് കൽപ്പിക്കാം. ഹല്ലേലൂയ. പിശാചിന് ഒരു അധികാരവുമില്ല. ഹല്ലേലൂയ. ആ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഏതൊക്കെ വിഷയങ്ങൾക്ക് നമ്മൾക്ക് വിസ്താരം വേണം. ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യത്തിനാണോ, നമ്മുടെ പണത്തിനാണോ, നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിനാണോ, നമ്മുടെ വഴിക്കാണോ, നമ്മുടെ ഹല്ലേലൂയ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഹല്ലേലൂയ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താലെ ജയമെടുക്കുന്നു. ഇന്നത്തെ പകൽക്കാലം നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിന്മേലുള്ള എല്ലാ അന്ധകാരങ്ങളും നീങ്ങിയിട്ട് സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആരോഗ്യത്തിൻ്റെ ഹല്ലേലൂയ അതിരിനെ വിസ്താരമാക്കുമാറാകണം. നമുക്ക് കരം വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ നന്മകളാണ് ഇതെല്ലാം, ദൈവമക്കളുടെ അവകാശമാണ്. ആകയാൽ നമ്മുടെ അതിരിനെ വിസ്താരമാക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ കൈ നമ്മളോട് കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആകാത്ത ഒരു വാക്കുപോലും പറയുവാൻ ഇടയാകല്ല. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പറയുവാൻ ഇടയാക്കാതെ ആ ദൈവ സ്നേഹത്തിൽ നിറയുവാൻ ഇടയാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രയർ ലൈനിൽ കയറിയപ്പോൾ എനിക്ക് ഒരു സഹോദരി പ്രയർ ലൈൻ ലീഡ് ചെയ്യുക. ഹല്ലേലൂയ. അന്നേരം ആരൊക്കെയോ അതിലിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സഹോദരിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ആരോ ഒരാൾ അവിടെ ഇരുന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഒത്തിരി 2-3 പേര് വർത്താനം ഭയങ്കര ഡിസ്റ്റർബ്. ഞാനത് കേട്ടോണ്ടിരിക്കുക. കർത്താവേ ആ സഹോദരിക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ഒത്തിരി അവർ പറയുന്നത് കേൾക്കുവാൻ സാധിക്കുന്നില്ല. അന്നേരം ആരോ അവിടെ ഇരുന്ന് വഴക്ക് പറഞ്ഞു. അന്നേരം ആ സഹോദരി പെട്ടെന്ന് പറയാം, ഇറ്റ്സ് ഓക്കെ ഡോണ്ട് വറി. ഞാൻ അന്നേരം പെട്ടെന്ന് ഓർത്തു ആ സഹോദരിയുടെ ജീവിതത്തിലെ ആ ദൈവ സ്നേഹമാ അവരെ അങ്ങനെ പറയുവാൻ ഇടയാക്കിയത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഭാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്, ഹല്ലേലൂയ പ്രയാസത്തിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആ സഹോദരി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി
ഹല്ലേലൂയ സന്തോഷം തോന്നി. ആ ദൈവ സ്നേഹം ഹല്ലേലൂയ അവരുടെ നാവിന് തന്നെ എന്തോ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നീ എന്നെ ആശ്വസിപ്പിക്കണം, എൻ്റെ ഭാരങ്ങൾ മാറണം, എൻ്റെ വേദനകൾ മാറണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന നീ എന്നെ കരം പിടിച്ച് വഴി നടത്തുമാറാകണം. ഹല്ലേലൂയ. അതുപോലെ അനർത്ഥം ഒന്നും വ്യസനകരമായി തീരാതെ ഹല്ലേലൂയ നമ്മളെയും നമ്മുടെ ഭവനത്തിലുള്ളവരെ, നമുക്ക് തന്നിരിക്കുന്നവരെ, നമ്മുടെ നന്മകളെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ, പിഞ്ചു തലമുറകളെ അവർ പോകുന്നിടത്തൊക്കെയും ദൈവമേ നീ കാക്കുമാറാകണം. ഇപ്പൊ സുസുസിന്റെ ഹല്ലേലൂയ തലമുറകളൊക്കെയും സുവിശേഷ വേലയിലായിരിക്കുന്ന അവർ ഈ കൊളംബിയയിലൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഹല്ലേലൂയ. അത് നമ്മുടെ വീട്ടിലെ പോലെ ഫുഡോ കാര്യങ്ങളോ ഉറക്കമോ ഹല്ലേലൂയ ഒരു സുഖവും അവിടെങ്ങുമില്ല. ഈ സുവിശേഷ വേലയുമായിട്ട് പോകുന്നിടത്ത് ഒരു സുഖവുമില്ല. എന്നാൽ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന ആ ദൈവസ്നേഹത്താൽ അവർ നിറയുമ്പോൾ ഹല്ലേലൂയ എവിടെ പോയാലും അതൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ അത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്. എൻ്റെ ദൈവമേ അവർക്ക് പ്രാർത്ഥിപ്പാനിടയാവും. ഞാൻ ഈ ചെയ്യുന്ന വേല അവർക്കൊരു അനുഗ്രഹമായി തീരണേ. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പോകുന്നിടത്തൊക്കെയും ഹല്ലേലൂയ ഒരു ഭാരം ഉണ്ടാകാതെ വേണം എൻ്റെ ദൈവമേ നീ ഞങ്ങളെ കാത്ത്, നീ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് ഹല്ലേലൂയ നടത്തണേ. നമുക്ക് പ്രാർത്ഥിക്കാം. എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്ത പോലെ നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഹല്ലേലൂയ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ പുതുക്കി നമ്മുടെ ജീവിതത്തിന് ഏതൊക്കെ വിഷയങ്ങൾക്ക് വിടുതലുകൾ ആവശ്യമുണ്ട് ഹല്ലേലൂയ അതിനെല്ലാം വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ അമ്മയുടെ കണ്ണുനീര് കണ്ട് എബേസ് മാന്യനായിരുന്നത് പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അനേകം പേർക്ക് ഇടിവിൽ നിന്നേയും കരയുന്ന ഹല്ലേലൂയ ദൈവം നമ്മളെ കുറിച്ച് ഒരു അനുഗ്രഹമായി പറയണം. ഹല്ലേലൂയ മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മൾ തന്നെത്താൻ പറയുന്നതല്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഒരു അനുഗ്രഹമായി വരണം. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് ആവശ്യമാണ്. അന്ത്യകാല ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കണം. ലോകമെമ്പാടും പലയിടത്തുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഹല്ലേലൂയ യുദ്ധങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവസേനയിൽ രാവിലെ സമയം 7 താഴ്ത്തുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഹല്ലേലൂയ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി ജയിൻ പറഞ്ഞോട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വളരെ ശക്തമായ ഒരു മെസ്സേജ് നമുക്ക് രാവിലെ കേൾക്കുവാനിടയായല്ലോ. നമ്മളെല്ലാവരും വിളിച്ച് വിളക്ക് കത്തിച്ച് ആരും പറയും കീഴിൽ വെക്കാറില്ല. പല വിധത്തിലുള്ള വെളിച്ചമുണ്ട്. നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ബൾബ് വാങ്ങിക്കുക, മഞ്ഞ നിറത്തിൽ കത്തുന്ന ബൾബുണ്ട്. ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഇവിടുത്തെ എല്ലാ ലൈറ്റിന്റെ പേര് ഡേ ലൈറ്റ് എന്നാണ്. സൂര്യന്റെ അതേ കളറുള്ള ലൈറ്റ്, മറ്റേ ലൈറ്റ് എല്ലാം ഉണ്ടെങ്കിൽ അത് മാറ്റും. അത് മാറ്റിയിട്ട് ഡേ ലൈറ്റ് വാങ്ങിച്ചിടും. അന്നേരം സൂര്യന്റെ ആ സെയിം ആ വെളുത്ത വെട്ടമാണ് കിട്ടുന്നത്. നാട്ടിലത്തെ ഈ മഞ്ഞ വെട്ടം, അങ്ങനെ പല രീതിയിലുള്ള വെട്ടം. എന്നാൽ നമ്മൾ ഈ വെട്ടം ഉപയോഗിക്കുന്നത് എപ്പോഴും അന്ധകാരത്തിന്, വെട്ടത്തിന് വെളിച്ചത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ അന്ധകാരം. അന്ധകാരം വരുമ്പോൾ പല രീതിയിലുള്ള ടോർച്ച് ഉണ്ട്, നാട്ടിൽ പെട്രോൾ ലൈറ്റ്സ് ഉണ്ട്, അത് കൂടിയ ലൈറ്റുകളുണ്ട്. അതിന് ലൈറ്റ് എത്രമാത്രം അതിനകത്ത് ഉൾക്കൊള്ളുന്നു അതനുസരിച്ചാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രകാശം എന്തുമാത്രമാണോ അതാണ് വെളിയിലോട്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വെളിയിൽ. നമ്മുടെ ഒരു മണ്ണെണ്ണവിളക്കെ ഉള്ളെങ്കിൽ ബോധമുണ്ട്, യോഗത്തിന് പോകുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ കത്തുന്നുണ്ട്. ഞാനും വിളക്ക് കത്തുന്നുണ്ട്. എന്നാൽ ശക്തമായിട്ട് ആരാധിക്കുന്നവര് അവര് വലിയ ന്യൂൺ ലൈറ്റ്, നമ്മള് വലിയ വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൂടെ പോകുമ്പോൾ ആരെങ്കിലും ടോർച്ച് അടിക്കുമോ? അവിടെ ഉയരത്തിൽ അവിടെ വലിയ നമ്മുടെ ക്രിസ്തുവാണ് നമ്മുടെ നീതി സൂര്യൻ. അതാണ് ഏറ്റവും വലിയ വെളിച്ചം. നമുക്ക് വെളിച്ചം തരാം. നമ്മൾ ആ വെളിച്ചം കണ്ടാണ് സഞ്ചരിക്കുന്നത്. നീതി സൂര്യന്റെ പാതയിൽ ഈ ലോകത്തിന് മുഴുവനും ദുഷ്ടനും നീതിമാനും എല്ലാം വെളിച്ചം കൊടുക്കുന്നവനായ ആ നീതി സൂര്യന്റെ ആ വെളിച്ചമാണ് നമ്മളെ വഴി നടത്തുന്നത്. അന്ധകാരത്തിൽ നിന്ന് നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നതാണല്ലോ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈറ്റ്, വണ്ടർഫുൾ ലൈറ്റ്, അത്ഭുത പ്രകാശം. ആ വെളിച്ചത്തില് ദൈവം നമ്മളെല്ലാവരും വഴി നടത്തട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ അതിന്റെ കൂടെ തന്നെ ജബേസിന്റെ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും ജബേസിന്റെ, നമ്മുടെ എല്ലാവരുടെ പേര് ജബേസ് എന്നാ. കാര്യം നമ്മളെയൊക്കെ പ്രസവിക്കുമ്പോൾ അന്ന് സിസേറിയനൊന്നുമില്ല, എല്ലാവരുടെയും പേര് ജബേസ് എന്നാ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാള് പറയണ്ടേ സുഖപ്രസവം എന്ന് പറഞ്ഞിട്ട് പ്രസവം ഇല്ലെന്ന്. അല്ല, അതാ ഞാൻ പറയാൻ വന്നത്. ഞാനത് പറയാൻ വരികയാണ്. 20 എല്ലുകൾ ഒരുപോലെ ഉടയുന്ന ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുസരിച്ച് ഒരമ്മ പ്രസവിക്കുമ്പോൾ അത്രയും വേദന ഈ സീക്കിട്ട് അവിടെ എഴുതായിരുന്നു. മറിയാമ്മയ്ക്ക് സുഖപ്രസവമായിരുന്നു, അല്ല ശോശമ്മ സുഖപ്രസവമായിരുന്നു. ഇതാണ് അതിന്റെ ആ വിരോധാഭാസം വിരോധം തോന്നും. ആ റുക്കി വിരോധാഭാസമായിട്ട് എന്നാ പറയുന്നത്. അത് തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഇത്രയും വേദന സഹിക്കുമ്പോൾ
അതിനല്ലോ ഇന്ന് വരെ ആരും എതിർത്തിട്ടില്ലല്ലോ. ഈ പ്രസവിക്കുന്നവർ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇച്ചിരി വേദന ഉണ്ടായിരുന്നു, ആരെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. ഒരു സഹോദരന്മാർ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് സുഖപ്രദം. പ്രിയമുള്ളവർ, ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകളാണ്, ജീവിതത്തിന്റെ നന്മകള്. ആ നീതീശ്വരന്റെ പാതയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേര് പറഞ്ഞതുകൊണ്ട് പ്രത്യേകമായി ഞാൻ വിഷയങ്ങൾ എടുക്കുന്നില്ല. നമുക്കറിയാം ഓരോ വിഷയത്തിനും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഷൈല സിസ്റ്റർ, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബയോപ്സി ആക്സിഡന്റ്. ഇസ്രായേലിന് മുട്ടുവേദനയാന്ന് എഴുതി വിട്ടാല്. അതുപോലെ ലിസി സിസ്റ്ററിന് മുട്ടുവേദനയാന്ന്. എന്റെ ജോലി ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഇച്ചിരി ബിസി ആയിട്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ രോഗികളായിട്ട് നമ്മളൊക്കെ എല്ലാവരും, നമുക്ക് വേദന ഉണ്ടെങ്കിലും മറ്റത് ഈ കൂടിയ വേദന ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതാണ് അതിന്റെ ഏറ്റവും നല്ല മരുന്ന്. അല്ല നമ്മൾ ഒന്നും കഴിക്കേണ്ട. അതേക്കാട്ടി കൂടുതൽ വേദനയുള്ളവരെ, കഷ്ടം അനുഭവിക്കുന്നവരെ, പ്രയാസം ശരീരത്തിൽ മാത്രമല്ല വേദന, ശാരീരികമായി മാനസികമായി വേദന അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമുക്കറിയാമല്ലോ, എത്രയോ പേര് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഭർത്താവ് ആരാധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് മനസ്സുണ്ടെങ്കിൽ ഭാര്യ വിടുന്നില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകല്ലെന്ന് പറയും, അന്ത്യശാസനം കൊടുക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ദൈവം അനുവദിച്ച് തന്നിരിക്കുകയാണ്. എല്ലാത്തിനും ആരാധിക്കുവാനും പാടുവാനും ദൈവത്തെ വിളിക്കുവാനും മഹത്വപ്പെടുത്തുവാനും. സ്തോത്രം. നമുക്ക് ഇത്ര അധികം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്കയിൽ താമസിക്കുന്ന നമുക്കൊക്കെ സുഖവും സൗകര്യങ്ങളും ഒക്കെ ഇത്ര എന്തുണ്ട്. നമ്മളതിന്റെ എത്രമാത്രം ദൈവനാമത്തിൽ, ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്, എത്രമാത്രം ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ. ഈ നമ്മളെ വിളിച്ച അത്ഭുത പ്രകാശത്തിൽ നിന്ന് ദൈവം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നല്ലോ. ദൈവം ഞങ്ങളെ ഓർത്ത് നിങ്ങളെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.